ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തതാണ് സൺഡേ ആയിട്ട് അമ്പലത്തിൽ പോകാന്നുള്ളത്. അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലേക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ 2 അമ്പലത്തിൽ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ആദ്യം പോണ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു കാടിന്റെ നടുക്കാണ് കേട്ടോ ഈ ഒരു അമ്പലം ഇരിക്കുന്നത് തന്നെ. നമ്മൾ പോണ വഴിക്ക് കുരങ്ങനെയൊക്കെ കണ്ടു. അത് പിന്നെ കാടാണല്ലോ, അങ്ങനെ പലതും നമ്മൾ കാണും. അമ്പലത്തിലേക്ക് പോകുന്ന കുറച്ചിടം വരെ ആൾതാമസമുള്ള ഏരിയ തന്നെയാണ്. ഇതുപോലെ വീടുകളും ആൾക്കാരും ഒക്കെ ആയിട്ട്. ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞു തന്നെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ റോട്ടില്. അങ്ങനെ പോയി നമ്മൾ വലിയൊരു കാട്ടിലേക്ക് കയറുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വീടുകൾ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലണത് ഇത് ആറാട്ട് കടവ് എന്ന് പറയുന്ന കടവിലേക്കാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാട്ടിക്കൂടെയൊക്കെ സഞ്ചരിച്ച് വന്നത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 2ാമത്തെ തവണയാട്ടോ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് മയിലിനെ കണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഒന്നിനെയും തന്നെ കാണാൻ പറ്റിയില്ല, കുരങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പുറത്തിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും തൊഴുതിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറി തൊഴുവാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തുള്ള ദൈവങ്ങളെയൊക്കെ തൊഴുത് അകത്തേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ അതിന് മുന്നേ പുഷ്പാഞ്ജലിക്കുള്ള ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തേക്കൊക്കെ കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിതാ തിരിച്ച് പോരുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരമ്പലത്തിലല്ല 2 അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന്. അപ്പം ഇവിടുന്ന് നേരെ അടുത്ത അമ്പലത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അടുത്ത അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. നമ്മുടെ കാവിലമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ അമ്പലം എത്തി. ഇവിടെ വന്നതിന് ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു കസിൻ ചേട്ടൻ്റെയും ചേച്ചിയുടെയും കൊച്ചിൻ്റെ ചോറൂണും കൂടിയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ അകത്തേക്കൊക്കെ കയറി തൊഴുതു വന്നപ്പോഴേക്കും ചോറുണ്ണാനുള്ള ആളിതാ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീയക്കുട്ടിയുടെ ചോറൂണാണ് ഇന്ന്. ആള് ഹാപ്പി ആയിട്ട് ചോറൊക്കെ കഴിച്ച് അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. നമ്മളും വീട്ടിലേക്ക് പോണതിന് മുന്നേ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മസാല ദോശ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. സൺഡേ ആയിട്ട് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് പുറകെ വരാം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ടാറ്റാ.